ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ആനന്ദിനെയും അതുപോലെ തന്നെ ബാലനെയാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ശേഷം ഗോമതി, മിത്ര, അനുമോളെയും കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും ആകെ വിഷമമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലൻ സമാധാനിപ്പിക്കുന്നുണ്ട്, ഗോമതി നീ കരയല്ലേ, എന്തായാലും ആ ഉദയഭാനും അയാളുടെ ഭാര്യ ശ്രീകലയും ഇവിടേക്ക് വരുമല്ലോ, നമുക്ക് സംസാരിച്ച് ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാം. എന്തായാലും സത്യത്തിന്റെ കൂടെ നിയമം നിൽക്കുള്ളൂ, അങ്ങനെ നീ വിശ്വസിക്കുക. മോളെ മിത്രേ, നോക്ക്, നീ പോലീസുകാരിയാവാൻ വേണ്ടി ട്രെയിനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നീയല്ലേ ധൈര്യം കൊടുക്കേണ്ടവർക്ക്. അയ്യോ അങ്കിളെ, ഞാൻ പറഞ്ഞതാണ് അപ്പച്ചിയെടുത്ത്, പക്ഷെ അപ്പച്ചിക്ക് മനസ്സിലാവണ്ടേ. സാരില്ല, ഇവളങ്ങനെയാണ്, പക്ഷെ നീ ഇവളുടെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മിത്രേന്റെ കയ്യിലേക്ക് ഗോമതിന്റെ കൈയിനെ പിടിച്ച് ഏൽപ്പിക്കുകയാണ്. ശേഷം ബാലൻ ആനന്ദിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആനന്ദാണെങ്കിൽ പോലീസുകാരത്ത് തട്ടിക്കേറാട്ടെ, ഞങ്ങൾ എന്തിനോട് പിടിച്ചു വെച്ചിരിക്കുന്നത്, ശ്രീദേവിനെ വിവാഹം കഴിച്ചത് ഞാനാണ്, അപ്പൊ എന്നെ മാത്രം ഇവിടെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്റെ അച്ഛനെയും അമ്മേനെയും എന്റെ സഹോദരന്മാരെയൊക്കെ എന്തിനാ ഇങ്ങനെ മുട്ടിപ്പിക്കണത് എന്ന് പറയുമ്പോ ആ CA പറയണ്ട്, അതെ വേറൊന്നുമല്ല, നിങ്ങൾക്കും എതിരെ മാത്രമല്ല പരാതി തന്നിരിക്കുന്നത്, താലി കിട്ടിയത് നിങ്ങളാണെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചേക്കണത് അവരുടെ അമ്മയായിട്ടുള്ള ഗോമതിയും അച്ഛനായിട്ടുള്ള ബാലനും പിന്നെ അനിയത്തിയുമായിട്ടുള്ള മീനാക്ഷിയും ഇത്രയൊക്കെ ഏത് നേരവും കുറ്റപ്പെടുത്തലാണെന്നും പിന്നെ ആകാശമാരൻ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളുടെ ഇതുവരെ ആരോടും പറയില്ല. അത് ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോവാണ്, ദേവിയുടെ കുഞ്ഞിന് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. കുറച്ചുനേരം മിണ്ടാതിരിക്കുകയാണ്. വീണ്ടും CA ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങളടുത്താണ് ചോദിച്ചത്, ശ്രീദേവി 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു, ആ കുഞ്ഞിന് എങ്ങനെയാണ് നഷ്ടമായത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആനന്ദ് പറയേണ്ടത്, അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നഷ്ടമായതാണ്. അവൾ നോക്കി വരാണ്ട് വെള്ളം കിടക്കണ്ടെന്ന് തറയില്, ആ വെള്ളത്തിൽ ചവിട്ടി നീങ്ങിയാണ് അവള് നിലത്തേക്ക് വീണിട്ടാണ് കുഞ്ഞ് നഷ്ടമായത് എന്ന് ആനന്ദ് പറയുമ്പോഴേക്കും CA ഗോമതിനെ നോക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ മകൻ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഗോമതി ഒന്നും മിണ്ടില്ല. എന്താ നിങ്ങളുടെ തന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ മകൻ പറഞ്ഞ സത്യമാണോന്ന്. അതൊരു ആക്സിഡന്റ് ആയിട്ട് പോയതാ മാഡം, അറിയാതെ സംഭവിച്ച ഒരു അപകടമാണത് എന്ന് ഗോമതി പറയണ്ടോ. ഓഹോ, അറിയാതെ സംഭവിച്ച അപകടം, അത് നിലത്തേക്ക് വീണപ്പോഴേക്കും അങ്ങനെ സംഭവിച്ചു അല്ലെ. ദേവിനെ ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത്? ഇവിടെ തൊട്ടടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലല്ലേ? അതെ മാഡം. അപ്പൊ തന്നെ അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ദേവിക്ക് അങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചപ്പോ നിങ്ങൾ ദേവിയുടെ വീട്ടുകാരെന്താ വിവരം അറിയിക്കാതെ? അത് കേട്ടപ്പോഴേക്കും ബാലനും ഗോമതി ഒന്നും മിണ്ടുന്നില്ല. അവർക്ക് വിഷമമാകണ്ടെന്ന് വെച്ചിട്ടാണ് അവർക്കതും പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ദേവി മുളന്ന് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവൾക്ക് വീട്ടിലെക്കാളും കുറച്ചൊരു കംഫർട്ട് നമ്മുടെ കൂടെ നിൽക്കണതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ വീട്ടിലേക്കൊന്നും അറിയിച്ചോ പറഞ്ഞോ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഷോക്കിലായിരുന്നു എന്ന് ഗോമതി പറയാണ്. ഇത് കേട്ട് പുച്ഛത്തോടെ CA പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ കരുതിയോ ഞാനേ ആദ്യമേ പരാതി കിട്ടിയപ്പോഴേ സിറ്റി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചായിരുന്നു. അവിടുത്തെ ഡോക്ടർ ദേവികേനയല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത്? അതെ, ആ ഡോക്ടറിന്റെ അടുത്തെ റിപ്പോർട്ട് പ്രകാരം പറയണത് ദേവി നിലത്തേക്ക് വീണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞത് എന്താണ്? ദേവി നിലത്തേക്ക് വീണെന്നാണോ അതോ ദേവിനെ ആരെങ്കിലും ചവിട്ടിയെന്നാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ചവിട്ടിന്നല്ലേ പറഞ്ഞത്? അത് മേഡം പിന്നെ പറയൂ, അന്ന് എന്താ സംഭവിച്ചത്? അപ്പൊ ആനന്ദ് പറഞ്ഞയോ, മേഡം എന്തൊക്കെയാ പറഞ്ഞത്? മേഡം ഞാൻ പറഞ്ഞതാ സത്യം, നിങ്ങൾ മിണ്ടരുത്. നിങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മിത്രയും അനുവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്താ കറക്റ്റ് അല്ലേ? അതെ കറക്റ്റ് ആണ് എന്ന് മിത്ര പറയോ, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മിത്രയുടെ അടുത്ത് ചോദിക്കണം. മിത്ര ബാലനെ ഒന്ന് നോക്കുന്നുണ്ട്. ബാലൻ പറയണ്ടേ, ഇനിയിപ്പോ എന്തിനാ മറച്ചു വെക്കുന്നത്? പറഞ്ഞു എന്ന് പറയണം. പോലീസുകാരത്തും ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ലെന്നല്ലേ, സത്യം പറഞ്ഞു എന്ന് ബാലൻ പറയണ്ട. അങ്ങനെ മിത്ര ആ സത്യം തുറന്നു പറയാണ്. അലോക് അനുമോളെ വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഇവള് വേണ്ടെന്ന് പറഞ്ഞു അവൻ നിർബന്ധപൂർവ്വം ഇവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് ഇടിച്ചു കയറി അനുമോളുടെ റൂമിൽ കയറി അവൻ അനുമോളെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കി. ശബ്ദം കേട്ട് ഞാനും മീനാക്ഷി എടുത്ത് അമ്മയും അപ്പച്ചിയും അതുപോലെ തന്നെ എല്ലാരും കൂടി റൂമിൽ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ റൂമിലേക്ക് പോയപ്പോഴേക്കും അലോക് അനുവിന്റെ വായ പൊത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അലോകിനെ പിടിച്ച് മാറ്റാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് ഇതൊക്കെ കേട്ട് ഷോക്ക് ആവാട്ടോ. ബാക്കി പറയൂ എന്ന് CA പറയുന്നുണ്ട്. അപ്പൊ മിത്ര പറയണ്ട്, ആ സമയത്ത് അലോക് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേവിയടത്തിന്റെ വയറ്റിൽ അങ്ങനെ ചവിട്ടിയതാണെന്ന് ഇങ്ങനെ പറയാണ്. ആനന്ദ് ഷോക്ക് ആയപ്പോൾ നിൽക്കാണ്. മിത്ര നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംഭവം എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദേട്ടൻ ക്ഷമിക്കണം, ഇതാണ് സംഭവം. പിന്നെ അന്ന് ഇത് പറയാതിരുന്നത് ആനന്ദേട്ടൻ അലോകായിട്ട് വഴക്കിനൊന്നും പോവണ്ടെന്ന് വെച്ചിട്ട് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ആനന്ദ് തലയിൽ കൈ വെച്ച് പോട്ടെ. അതായത് ദേവിയടുത്ത് അപ്പോൾ
സെന്റിമെന്റ്സ് ഒന്നും ഇല്ല, എന്നാലും ആ ഒരു ചെറിയ കാര്യത്തിൽ താൻ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓഹോ അപ്പൊ അതായിരുന്നു സംഭവം അല്ലേ, അപ്പൊ അലോകാണ് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണമല്ലേ എന്ന് ആനന്ദും പറയുന്നില്ല. അപ്പൊ സിയെ പണ്ടാഹോ അപ്പൊ നിങ്ങൾ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ ബാലൻ പണ്ടില്ലേ ഇവനോടൊന്നും പറഞ്ഞില്ലയോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം ആ സംഭവങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ആകാശിനെയും കൊണ്ടുവരുന്നുണ്ട്. മീനാക്ഷിനെ മാത്രം ആ സമയത്ത് വന്നിട്ടില്ല, മീനാക്ഷി ഓഫീസിലാണല്ലോ. ആ സമയത്താണെന്നുണ്ടെങ്കിലാണ് മീനാക്ഷി അടുത്ത് രാമേട്ടനി നടന്ന സംഭവങ്ങളൊക്കെ പറയണത്. മീനാക്ഷി പറഞ്ഞു ഒരിക്കലും ദേവി അടുത്തത് ചെയ്യില്ല, ഇത് ദേവി അടുത്ത അച്ഛനും അമ്മയുടെയും കള്ളത്തരവാണെന്ന് പറയാണ്. ഇത് എന്തായാലും ഞാൻ ദേവിയടുത്തിനെ കൊണ്ട് തന്നെ ഇത് തിരുത്തിക്കൊള്ളാം. ദേവിയടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്കൊരു പരാതിയില്ല, ഇത് കള്ളപ്പരാതിയാണ്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരും അല്ലേ. പിന്നെ കള്ളപ്പരാതി കൊടുത്തതിനും കള്ളൊപ്പ് ഇട്ടതിനും ശ്രീകലയും ഉദയഭാനുമായിരിക്കും അനുഭവിക്കാൻ വേണ്ടി പോണത്. അതെ അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി നേരെ പോണത് ഉദയഭാനുടെയും അതുപോലെ തന്നെ ശ്രീകലയുടെയും വീട്ടിലാണ്. പക്ഷെ അവർ രണ്ടുപേരും അവിടെ ഇല്ല, അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. അയ്യോ എന്റെ മോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് സാറേ, എന്റെ മോളെ ഒരു ഉപദ്രവിച്ചു സാറേ, ചിക്കൻ കറിയുടെ ചാറ് കുറച്ച് കൂടുതലെടുത്ത ഈ ഗോമതി അവളുടെ മുഖത്തിട്ട് കുത്തി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പൊ ഗോമതി പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കള്ളം പറയാനായിട്ട്, നാണമില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ സിയെ ചോദിക്കണല്ലോ നിങ്ങളുടെ മകൾ എവിടെ, നിങ്ങളുടെ മകളല്ലേ കംപ്ലൈന്റ് തന്നത്, അവൾക്ക് ഒട്ടും വയസ്സാറേ അതാ അവള് വരാത്തത് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോ മിത്ര പറയണ്ട് ദേവിയടുത്തേക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല മാഡം ഇവർ ഈ കംപ്ലൈന്റ് കൊടുത്ത കാര്യം, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ദേവിയടുത്ത് ഒരിക്കലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവര് കൊടുത്ത കള്ള പരാതിയാണിത്. മാഡം ആണെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് ദേവിയടുത്തിനെ കാണണമെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ഉദയഭാനു പറഞ്ഞിട്ട് അതെ അവള് ചിലപ്പോൾ ഇവരുടെ കൂടെ നിൽക്കും, കാരണം അവൾക്ക് അത്രമാത്രം ആനന്ദിന് ഇഷ്ടമാണ്, ആനന്ദിലൂടെ ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ അവള് ഇല്ല ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് സ്വയം കുറ്റം വരെ ഏൽക്കും മാഡം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷിയുടെ എൻട്രി. അതെ നമ്മുടെ ദേവി ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി പോവാട്ടോ. എന്റെ അച്ഛനും അമ്മയാണ് ഈ പറയുന്ന ശ്രീകലയും ഉദയഭാനു, വായെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ. ഇവിടെ കള്ളത്തരം കാണണം, നല്ലൊരു കുടുംബത്തിലേക്ക് കയറിപ്പോയ എന്റെ ജീവിതം ഈ അവസ്ഥയിലെത്തി. എന്നിട്ടും ആനന്ദേട്ടൻ എല്ലാം ക്ഷമിച്ചു എനിക്ക് വേണ്ടി, കാരണം എല്ലാം സഹിച്ചു വരാൻ പോകുന്ന കുഞ്ഞിനെ വേണ്ടി. പക്ഷെ ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ദേവമംഗലത്തുള്ളവരല്ല, കൃഷ്ണമംഗലത്തെ അലോകാണ് എന്ന് ദേവി പറയണ്ട. അത് മാത്രല്ല എന്റെ വീട്ടുകാർ നോക്കണേക്കാളും നന്നായിട്ട് ഈ പറയുന്ന ഗോമതി അമ്മയും ബാലച്ചനും എന്നെ നോക്കിയിട്ടുണ്ട്. ഈ വീട്ടുകാരെ പോലെ ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി പറ്റാൻ ഭാഗ്യം ചെയ്യണം, അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് ഇല്ലാതെയായി പോയി. ഭാഗ്യം ചെയ്തു എനിക്ക്, പക്ഷെ അതിനൊക്കെ പിടിയിൽ വെക്കാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ഈ അച്ഛനും അമ്മയും കാരണം ആ ഭാഗ്യം എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ദേവി. മേഡം ഇത് കള്ളപ്പരാതിയാണ്, ഇവര് വെറുതെ പറഞ്ഞേക്കണം, പാവങ്ങളാണ് മേഡം ഇവര് എന്ന് പറയണം. അങ്ങനെ നമ്മുടെ പോലീസുകാർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി, ഉദയഭാനും സ്ത്രീകളുടെ ഭാഗത്താണ് തെറ്റെന്ന്. കള്ളപ്പരാതി എഴുതിയതിനും അതുപോലെ തന്നെ കള്ളൊപ്പ് ഇട്ടതിനും ഇനി നേരെ സ്ത്രീകൾക്കും ഉദയഭാനുക്കും ആയിരിക്കും പണി കിട്ടാൻ വേണ്ടി പോണത്. പിന്നെ ദേവി എന്തൊക്കെ പറഞ്ഞാൽ അവരെ രക്ഷിച്ചല്ലോ, അതിന്റെ ചിലപ്പോൾ ഒരു നന്ദി ബാലനോ ഗോമതി ആയിരിക്കും ദേവിക്ക് കാണിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ വരുമ്പോ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇതിൽ സ്ത്രീകളെ ഉദയഭാനും കുടുങ്ങും കേട്ടോ, അതിലൊരു സംശയമില്ല. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.